കഴിഞ്ഞകാല പ്രകടനം ഭാവിയിലും ആവർത്തിക്കുമെന്നതിന് ഓഹരി വിപണിയിൽ ഗ്യാരണ്ടിയൊന്നുമില്ല. എന്നിരുന്നാലും ഭാവി നീക്കം പ്രവചിക്കുവാനും പൊതുവിലുള്ള ട്രെൻഡ് മനസ്സിലാക്കുന്നതിനുമൊക്കെയായി പൂർവ്വകാല പ്രകടനത്തെ നിക്ഷേപകർ ആശ്രയിക്കാറുണ്ട്. ഒപ്പം കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ കമ്പനിയുടെ ഫണ്ടമെന്റൽ വശങ്ങളും പരിശോധിക്കും. ഇത്തവണ ബ്രോക്കറേജ് ആഡ് റെക്കമെൻഡേഷൻ നൽകിയ ഒരു പൊതുമേഖലാ കമ്പനിയുടെ പ്രകടനത്തെക്കുറിച്ചാണ് മൈഫിൻ റിസർച്ച് ഡെസ്ക് വിലയിരുത്തുന്നത്. ശ്രുതിലാൽ തയ്യാറാക്കിയ സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക്. നാഷണൽ മിനറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അഥവാ NMDC രാജ്യത്തെ ഏറ്റവും വലിയ ഇരുമ്പയിര് ഉൽപാദകർ. ആഗോളതലത്തിൽ 4-ാം സ്ഥാനം. 4 ഇരുമ്പയിര് ഖനികൾ സ്വന്തമായിട്ടുള്ള പൊതുമേഖലാ കമ്പനി. ചെമ്പു മുതൽ വജ്രം വരെ ഖനനം ചെയ്യുന്നു. ഇത്തരത്തിൽ വിശേഷണങ്ങൾ അനവധിയാണ് NMDCക്ക്. ഇനി റിപ്പോർട്ടുകളിലേക്ക് പോവുകയാണെങ്കിൽ കമ്പനിയെ സംബന്ധിച്ച സുപ്രധാന വാർത്തകളിലൊന്ന് ഇരുമ്പയിര് ഉൽപാദനത്തിൽ മികച്ച വളർച്ച റിപ്പോർട്ട് ചെയ്തു എന്നതാണ്. ഈ മാസം ആദ്യം പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച് 2023 ഏപ്രിൽ-നവംബർ കാലയളവിൽ ഉൽപാദനത്തിൽ 17% വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. 2022 വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ 23.52% വളർച്ചയെന്ന് സാരം. NMDCയുടെ ഫണ്ടമെന്റൽസ് പരിശോധിക്കുകയാണെങ്കിൽ ഓഹരിയുടെ 52 ആഴ്ചയിലെ ഉയർച്ച 186.20 രൂപയാണ്. 52 ആഴ്ചയിലെ താഴ്ച 103.75 രൂപയുമാണ്. വിപണി മൂല്യം 53,601 കോടി രൂപ. സാമ്പത്തിക വശം നോക്കുകയാണെങ്കിൽ പാദാടിസ്ഥാനത്തിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചതെന്ന് കാണാം. വരുമാനത്തിൽ ഏറ്റക്കുറച്ചിലുണ്ടായത് സ്റ്റീൽ വിഭാഗത്തിന്റെ വിഭജനത്തോടെയാണ്. എന്നാൽ വിഭജനത്തിനിടയിലും കമ്പനി 3 വർഷത്തെ ശരാശരി റിട്ടേൺ ഓൺ ഇക്വിറ്റി 27.9% കാണാം. ഷെയർ ഹോൾഡിംഗ് പരിശോധിക്കുമ്പോൾ 8.19% ഓഹരികൾ കൈവശം വച്ചിരിക്കുന്നത് മ്യൂച്വൽ ഫണ്ടുകളാണെന്ന് കാണാം. സെപ്റ്റംബറിലെ ഡേറ്റ പ്രകാരം വിവിധ മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ NMDCയുടെ 23.97 കോടി ഓഹരികളാണ് കൈവശം വെച്ചിട്ടുള്ളത്. ഇതിന്റെ വിപണി മൂല്യം 3,547 കോടി രൂപയാണ്. സെപ്റ്റംബർ മാസ കാലയളവിൽ 1.54 കോടി ഓഹരികളാണ് മ്യൂച്വൽ ഫണ്ടുകൾ പുതിയതായി വാങ്ങിക്കൂട്ടിയത്. നിലവിൽ 96 മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾക്കാണ് ഓഹരിയിൽ നിക്ഷേപം. പ്രൊമോട്ടർമാർ 2022 മുതൽ 60.79% ഓഹരികൾ കൈവശം വെക്കുന്നുണ്ട്. റീറ്റെയിലേഴ്സിന്റെ കൈവശം 13.28%, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ 9.42%, വിദേശ സ്ഥാപനങ്ങൾ 8.32% എന്നിങ്ങനെയാണ്. NMDCക്ക് കൊട്ടക് സെക്യൂരിറ്റീസ് ഒരു ആഡ് റേറ്റിംഗ് നൽകിയിട്ടുണ്ട്. ടാർഗറ്റായി 200 രൂപയാണ് പറയുന്നത്. കമ്പനിയുമായി ബന്ധപ്പെട്ട് കൊട്ടക് സെക്യൂരിറ്റീസ് കാണുന്ന പോസിറ്റീവ് ഘടകങ്ങൾ കൂടി പരിശോധിക്കാം. ഒന്നാമത്തേത്, ഫെബ്രുവരിയിൽ NMDC സ്റ്റീൽ ലിമിറ്റഡ് പ്രത്യേകം ലിസ്റ്റ് ചെയ്യപ്പെട്ടതാണ്. ഉരുക്ക് ബിസിനസ് വിഭജനം മൂലധന ആവശ്യകത കുറയ്ക്കും. കൂടാതെ ലാഭവിഹിത പേ ഔട്ട് അനുപാതം മെച്ചപ്പെടുത്തും. കൊട്ടക് അനലിസ്റ്റുകൾ 9 മുതൽ 10% ലാഭവിഹിതമാണ് പ്രതീക്ഷിക്കുന്നത്. ഇതും NMDCയുടെ ഓഹരി മൂല്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. 2022-23 മൊത്ത മൂലധന ചെലവ് 3,500 കോടി രൂപയാണ്. ഇതിൽ 1,500 കോടി രൂപ ഉപയോഗിക്കുക ഉരുക്ക് നിർമ്മാണ ശേഷി വർദ്ധിപ്പിക്കുന്നതിനാണ്. 2023-24 മൊത്തം മൂലധന ചെലവ് 1,500 മുതൽ 1,600 കോടി രൂപയാണ്. ഉരുക്ക് വിപണി മെച്ചപ്പെടുന്ന സാഹചര്യത്തിൽ വികസന പ്രവർത്തനങ്ങളുടെ ഫലം ഉയർന്ന ആദായമായി കമ്പനിക്ക് ലഭിക്കും. കോവിഡിന് ശേഷം ചൈനയുടെ ഉരുക്കുൽപാദനത്തിൽ 10% കുറവുണ്ടായി. പിന്നാലെ ഇന്ത്യ ഉരുക്ക് ഇരുമ്പയിര് കയറ്റുമതി തീരുവ എടുത്തുകളഞ്ഞതും കോക്കിംഗ് കൽക്കരിയുടെ ഇറക്കുമതി തീരുവ ഒഴിവാക്കിയതും അനുകൂലമാണ്. ആഭ്യന്തര വിപണിയിലും ആഗോളതലത്തിലും ഇരുമ്പയിര് വില വർദ്ധിച്ചു വരികയാണ്. 2022 നവംബറിന് ശേഷം ഇരുമ്പയിര് വില രാജ്യത്ത് ടണ്ണിന് 600 മുതൽ 1,300 വരെ എത്തി. ഒപ്പം ഏപ്രിൽ-ജൂൺ കാലയളവിൽ NMDC റിപ്പോർട്ട് ചെയ്തത് 12% ലാഭമാണെന്നതും ഓർമ്മിക്കാം. കമ്പനിയുടെ ലാഭം 1,650 കോടി രൂപയായപ്പോൾ വരുമാനം 5,395 കോടി രൂപയായും ഉയർന്നിട്ടുണ്ട്. ഇതെല്ലാം NMDCയുടെ പ്രവർത്തനബലം മെച്ചപ്പെടുത്തുന്നതിന് അടിവരയിടുന്ന വസ്തുതകളാണ്. നെഗറ്റീവ് ഫാക്ടറായി കൊട്ടക് സെക്യൂരിറ്റീസ് കാണുന്ന വസ്തുതകളിൽ ആദ്യത്തേത് ഇരുമ്പയിര് വിപണിയിലെ വില ചാഞ്ചാട്ടമാണ്. ഒപ്പം 3 വർഷത്തിനിടെ ഓഹരിയിലെ പ്രൊമോട്ടർ ഹോൾഡിംഗ് കുറഞ്ഞതുമാണ്. നെഗറ്റീവ് 8.86% കുറവാണുള്ളത്. വരുമാനത്തിൽ 2,048 കോടി രൂപയുടെ ഇതര വരുമാനങ്ങൾ ഉൾപ്പെടുന്നതും കൊട്ടക് സെക്യൂരിറ്റീസ് എടുത്തു പറയുന്നുണ്ട്. റിസർച്ച് ഡെസ്ക്, മൈഫിൻ TV.